എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വെള്ളരിക്ക മോരുകറിയാണ്. മോരുകറി ഉണ്ടാക്കാനായി ഞാനെടുത്തത് 1/4 കിലോ വെള്ളരിക്കയാണ്. വെള്ളരിക്ക തൊലി ചെത്തി അകത്തെ അരിയൊക്കെ കളഞ്ഞ് അല്പം വലിപ്പത്തിൽ സ്ക്വയറായിട്ട് അരിഞ്ഞ് കഴുകി വയ്ക്കുക. ആദ്യം വെള്ളരിക്ക വേവിക്കാം. ഒരു കുഴിഞ്ഞ പാത്രം ഗ്യാസിൽ വെച്ച് വെള്ളരിക്ക, 3 പച്ചമുളക് കീറിയത്, കുറച്ച് കറിവേപ്പില, 1 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇത്രയിട്ട് വെള്ളരിക്ക വേകാൻ ആവശ്യമായ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിളക്കി മീഡിയം ഫ്ലെയിമിൽ അടച്ചു വെച്ച് വേവിക്കുക. വെള്ളരിക്കയിൽ നിന്ന് കുറച്ച് വെള്ളം ഇറങ്ങുന്നത് കൊണ്ട് വെള്ളം ഒഴിക്കുമ്പോൾ കൂടിപ്പോകരുത്. അതുപോലെ വെള്ളരിക്ക വെന്ത് ഉടഞ്ഞു പോകരുത്. അതുകൊണ്ട് ഇടയ്ക്ക് ഇളക്കാനും വെന്തോ എന്ന് നോക്കാനും മറക്കരുത്. ഇനി അരപ്പുണ്ടാക്കാനായി ഒരു മിക്സിയുടെ ജാറിൽ 1/4 കപ്പ് തേങ്ങ ചിരികിയത്, 1/2 ടീസ്പൂൺ ജീരകം, 2 പച്ചമുളക്, 3 ചെറിയ ഉള്ളി, അരയ്ക്കാൻ ആവശ്യമായ അല്പം വെള്ളം കൂടി ഒഴിച്ച് പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. നിങ്ങളുടെ കയ്യിലുള്ളത് നല്ല എരിവുള്ള പച്ചമുളകാണെങ്കിൽ കറിയിലും അരയ്ക്കാനും നിങ്ങളുടെ എരിവനുസരിച്ച് വേണം പച്ചമുളക് ചേർക്കാൻ. വെള്ളരിക്ക വെന്ത് കഴിയുമ്പോൾ അരപ്പ് ചേർത്ത് ഇളക്കി ലോ ഫ്ലെയിമിൽ അരപ്പ് വേകാൻ 3 മിനിറ്റ് വേവിക്കുക. അരപ്പ് പിരിഞ്ഞു പോകാതിരിക്കാൻ ഇടവിടാതെ കറി നന്നായിട്ട് ചൂടാകും വരെ ഇളക്കിക്കൊണ്ടിരിക്കുക. അരപ്പ് വെന്ത് കറി തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്യുക. പിന്നെ 2 കപ്പ് തൈര് നന്നായിട്ട് കട്ടയുടച്ചത് ഒഴിക്കുക. ഉപ്പ് കുറവുണ്ടെങ്കിൽ ചേർക്കാൻ മറക്കരുത്. കറി നന്നായിട്ട് ഇളക്കുക. കറിയുടെ ചൂട് കൊണ്ട് തൈര് ചൂടായിക്കൊള്ളും. പിന്നെ ചൂടാക്കേണ്ട ആവശ്യമില്ല. ഇനി കടുക് താളിക്കാനായി ഒരു പാത്രം ഗ്യാസിൽ വെച്ച് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ 1/2 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കുക. പിന്നെ 1/2 ടീസ്പൂൺ ഉലുവയിട്ട് മൂപ്പിച്ച ശേഷം 3 വറ്റൽമുളക് മുറിച്ചത്, 4 ചെറിയുള്ളി അരിഞ്ഞത്, കുറച്ച് കറിവേപ്പില ഇത്രയും ചേർത്ത് മൂപ്പിക്കുക. ഗ്യാസ് ഓഫ് ചെയ്ത ശേഷം കറിക്ക് അല്പം കൂടി കളർ കിട്ടാൻ 1/4 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ കൂടി ചേർത്ത് ഇളക്കി കറിയിലൊഴിച്ച് നന്നായിട്ട് ഇളക്കുക. നമ്മുടെ വെള്ളരിക്ക മോരുകറി റെഡിയായിട്ടുണ്ട്. ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ലൈക്ക് ചെയ്യാനും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ എഴുതാനും മറക്കരുത്.